പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും എവിടെയായാലും ഒരു വാല്യൂ ഡിഗ്രഡേഷൻ ഉണ്ട്, ശരിയല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ നല്ല വാല്യൂസ് ഉള്ള നമ്മുടെ പേരൻസിനൊക്കെ നല്ല വാല്യൂ ഇല്ലേ? നമ്മുടെ അമ്മയ്ക്കൊക്കെ നല്ല വാല്യൂ ഇല്ലേ? പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? അതുകൊണ്ട് 2024-25 YMCA അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നറിയോ? വാല്യൂസ് ഉള്ളവന് അധികാരം കൊടുക്കണം. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് APJ അബ്ദുൽ കലാം സാർ ആയി തുടക്കമിട്ടത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ സോങ് ഓഫ് യൂത്ത് എന്നും പറഞ്ഞൊരു, എത്ര പേർക്ക് അറിയാം ശരിക്കും? കലാം സാർ 2009 എങ്ങാണ്ട് ഇറക്കിയ ഒരു സംഭവമാണ് സോങ് ഓഫ് യൂത്ത്. എത്ര പേർക്ക് അറിയാം? As a young citizen of India, armed with technology, knowledge and love for my nation, I realize small aim is a crime. Small aim is a crime. That is the new goal redefined by Dr. APJ Abdul Kalam. This should be taken by the YMCA. ഞാനൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്, വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ എന്നാണ്. ഞാൻ കലാം സാറിന്റെ ഈ സ്മോൾ എയിം ഈസ് എ ക്രൈം 1000 സ്റ്റേജുകളിൽ കുട്ടികളെ കൊണ്ട് പറയിക്കുക എന്നുള്ളത് എന്റെ ഒരു ജീവിത വ്രതമാക്കി എടുത്തേക്കുക. ഇപ്പൊ 50-60 ആയതേ. ഇന്ന് നമ്മളിത് പറഞ്ഞ എന്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് കലാം സാറിനെ കാണാനുള്ള ഒരു വലിയ അവസരം കിട്ടി. അതിനകത്ത് ആ ഫോട്ടോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാർഡ് തരാം. 2009 കലാം സാറിനെ ഓഫീസിൽ വെച്ച് കാണാനുള്ള ഒരു സ്പെഷ്യൽ പെർമിഷൻ എനിക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കലാം സാറിന്റെ കാലെ തൊട്ട്, സാറിന്റെ തലയെ കൈ തൊട്ട് ഗോഡ് ബ്ലസ് എന്ന് പറയും. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷമാണ്. അതുകൊണ്ട് എന്റെ കുട്ടികളെ, നിങ്ങൾ അധികാരം പിടിച്ചടക്കണം. ഉള്ള കാര്യം ഉള്ളവരൊക്കെ പറയുക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് എങ്ങനെ മാറ്റുന്നത്? ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമുണ്ട്. എന്റെ മനസ്സിൽ അത് വലിയൊരു ആഗ്രഹമാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സർവീസ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ടാക്കുക. അത് പാസ്സാകുന്നവർ മാത്രം ഇലക്ഷന് നിൽക്കാൻ ക്വാളിഫൈ ആവും. എന്റെ ഒരു ഐഡിയ എന്താ പറയുന്നത്? നിങ്ങൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നല്ലതാണോ? നല്ലതാണോ സാറേ? എങ്ങനെയാ നടത്തും? എനിക്ക് അധികാരമുണ്ട്. ഇതിന് അധികാരമുള്ള ആരാ? നിയമസഭയിലും പാർലമെന്റിലും. എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എന്റെ കൺസെപ്റ്റ് ഒന്നും അല്ല, പ്ലേറ്റോ പറഞ്ഞ ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. വിവരമുള്ളവൻ വേണം നമ്മളെ ഭരിക്കാൻ. പ്ലേറ്റോ പറയുന്നത്, നിങ്ങൾക്കൊരു പല്ലുവേദന വരുവാണെങ്കിൽ എവിടാ പോകുന്നത്? നിങ്ങൾ ആദ്യം ഡെന്റിസ്റ്റിന്റെ റേറ്റിംഗ് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റേറ്റിംഗ്, എറണാകുളത്തെ അല്ലെ ആലപ്പുഴയിലെ ഏറ്റവും മോശമായ ഡെന്റിസ്റ്റിനെ കാണാൻ ആരെങ്കിലും പോവോ? അങ്ങനെ വെക്കല്ലേ? പോവോ? യെസോ നോ? നോ. നിങ്ങൾക്കൊരു മാരുതി കാർ വാങ്ങിച്ചിട്ട് സർവീസ് ചെയ്യണം. അപ്പൊ ഈ ടൗണിലെ ഏറ്റവും മോശമായ സർവീസ് സെന്റർ എവിടെയാണെന്ന് തപ്പി അതിൽ പോവോ? വി വാണ്ട് ദ ബെസ്റ്റ്. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്, IIT കോച്ചിങ്ങിന് പോകണം, ഏറ്റവും നല്ല ടീച്ചർ. എന്നാൽ why are we not expecting our rulers to be the best? നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പേര് എന്തുമാത്രം അഴിമതി കഥകളാ വരുന്നത്. എന്നാലും നമ്മൾ പറയും, ഓ രാഷ്ട്രീയമല്ലേ, അതൊക്കെ അങ്ങനെ. And they are ruling us. This should change. ഇതാണ് 2025 ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അതുകൊണ്ട് YMCA അല്ലെങ്കിൽ ഇതുപോലെ പ്രസ്ഥാനങ്ങൾ ബോധപൂർവമായി ചെറുപ്പക്കാർക്ക് അധികാരം കൊടുക്കണം. പക്ഷെ നിങ്ങളെ ഞാൻ ചിന്തിപ്പിക്കത്തില്ല, അതായ പ്രശ്നം. നിങ്ങളെ കളിയൊക്കെ കളിപ്പിച്ച് കളി മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഏത് സൺഡേ സ്കൂൾ ക്യാമ്പിന് പോയാലും USK ക്യാമ്പിന് പോയാലും ഒരു DJ വെച്ച് കിടന്ന് ചാട്ടമാണ്, ശരിയല്ലേ? എത്ര നാൾ നിങ്ങളെ ഫണ്ട് തന്ന് കളിപ്പിച്ചിടും എന്റെ കുട്ടികളെ? ഫണ്ടൊക്കെ അടിപൊളിയാ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പവർ കിട്ടത്തില്ല. 2 തരം പവറാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ പവർ, MLA യോ മന്ത്രിയോ ഒക്കെ ആയാൽ നല്ലതാണ്. പക്ഷെ അതിന് അറിയാമല്ലോ എങ്ങനെ ഈ നാട്ടിൽ ഒരു MLA ആവും മന്ത്രിയാവും, അതിന് പിന്നിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. എന്നാൽ രണ്ടാമതൊരു പവറുണ്ട്. അത് ഈ നാട്ടിലെ ഓരോ വ്യക്തിക്കും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്ന ഒരു പവറാണ്. എന്തോന്ന് പറയാമോ? വിദ്യാഭ്യാസം. കേട്ടില്ല? വിദ്യാഭ്യാസം അല്ല, നമുക്ക് പവർ ഉണ്ട്. വി ക്യാൻ മേക്ക് ചേഞ്ച്. വാട്ട് ഈസ് ദാറ്റ് പവർ? ഞാൻ ആദ്യം പറഞ്ഞ MLA ആണ്, MP ആണ്, അല്ല മന്ത്രിയാണ്. അതൊക്കത്തില്ലെങ്കിൽ പിന്നെ ആരാ കാണിക്കും? പവറുള്ള പൊസിഷനാണ്. കേട്ടില്ല? നമുക്കൊരു പവറുള്ള പൊസിഷൻ, UPSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ യു വിൽ ബിക്കം ആൻ IAS ഓഫീസർ അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ. ഇവിടെ എത്ര പേർക്ക് താല്പര്യമുണ്ട് IAS IPS ഓഫീസർ? 1 Great. 2
ഞാൻ എഴുതിയത് IAS പരീക്ഷ എഴുതി പരാജയപ്പെട്ട മനുഷ്യനായിരിക്കുന്നു. ഡൽഹിയിലൊക്കെ പോയി കോച്ചിങ് ഒക്കെ എടുത്ത് 2 പ്രാവശ്യം എഴുതി 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ 1000 പേർക്ക് മാത്രമേ സെലക്ഷൻ ഉള്ളൂ. ഞാൻ തൊപ്പിയിട്ട പരീക്ഷയാണ്. പവർ കിട്ടും. ഞങ്ങൾ തിരുവല്ല ഉള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം. ഞങ്ങൾ തിരുവല്ല YMCA കാര്യം പറയാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ഏപ്രിലാണ് ഞങ്ങൾ ഒരു സമ്മർ ക്യാമ്പ് നടത്തി. ആ സമ്മർ ക്യാമ്പ് 85 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. 3ാം ക്ലാസ് തൊട്ട് ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ വരെയുള്ള 5 ദിവസം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു ആവേശമായി മാറി. ഞാൻ ഈ YMCA എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 മണി തൊട്ട് 9 മണി വരെ ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, പ്രസംഗകല പഠിപ്പിക്കാൻ. അതിനകത്ത് കുട്ടികൾ പലയിടത്തു നിന്നാണ്. കുവൈറ്റിൽ നിന്നൊരു കുട്ടിയുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടിയുണ്ട്, ചെന്നൈയിൽ നിന്നൊരു കുട്ടിയുണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓൺലൈൻ സ്പേസ് ഈസ് റിയലി അമേസിംഗ്. ഞങ്ങൾ ജനുവരി 2-ാം തീയതി നവ്യം 2025 എന്ന് പറയുന്ന രീതിയിൽ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം തിരുവല്ല YMCA നടത്തി. അതിനകത്ത് ഞങ്ങൾ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഗ്രൂപ്പുകാർ നടത്തിയ ഒരു ലോഗോസ് പിൽഗ്രിമേജ് എന്ന് പറഞ്ഞൊരു പരിപാടി. ലോക ചരിത്രത്തിലെ 13 പ്രശസ്തരായ പ്രസംഗകർ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് പെരിക്ലിസ് തൊട്ട് മാർക്ക് ആന്റണി തൊട്ട് ക്യൂൻ എലിസബത്ത് തൊട്ട് അതിനകത്ത് ഇമ്മാനുവേൽ ഒരു ക്യാരക്ടറിന്റെ ആ ഡയലോഗ് ഓർക്കുന്നോ? സുകുമാർ അഴിക്കോടിനെ പ്രസന്റ് ചെയ്ത ആളാണ്. അതൊരു നല്ല ഗ്രൂപ്പാണ്. പിന്നെ ഇതെല്ലാവർക്കും ഒന്ന് കൊടുത്തേ. എന്റെ പേര് മാത്യു കോശി എന്നാണ്. നിങ്ങൾ യൂട്യൂബിൽ തപ്പി നോക്കി കഴിഞ്ഞാൽ മാത്യു കോശിയുടെ പേരിൽ ഒരു യൂട്യൂബ് അക്കൗണ്ട് കാണും. അല്ലെ എന്റെ ഫോൺ നമ്പർ ഉണ്ടായി മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുവല്ല YMCA നടത്തുന്ന ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിലോ വല്ലതും ചേരണം താല്പര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. കാരണം വേറെ IAS കാരിയാകാൻ താല്പര്യമുള്ള ആളല്ലേ. ഉള്ള കൈ നോക്കി ഇനി വാ. അതെടുത്തോ എന്തോ പോണോ പേരെന്തോ എന്റെ അടുത്ത് നിൽക്കുക. എത്ര 7ാം ക്ലാസ്സിലോ? അപ്പൊ ഈ മോള് നിങ്ങൾക്ക് ഉറക്കെ പറഞ്ഞു തരും. എല്ലാവരും എഴുന്നേറ്റ് ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ സെഷൻ. ഞാൻ ആദ്യം അല്ല മോൾ ആദ്യം പറഞ്ഞു. As a young citizen of India, armed with technology, knowledge, and love for my nation, I realize small aim is a crime. ആവേശമില്ലല്ലോ. എന്ത് വ്യക്തിയ ഞാൻ അത് വേണ്ടത്. ഒത്തിരി കുട്ടികളെ കൊണ്ട് ജയിപ്പിച്ചതിൽ ഏറ്റവും ഒന്ന് ഉറക്കെ പറയണം. As a young citizen of India, armed with technology, knowledge, and love for my nation, I realize small aim is a crime. അപ്പോൾ ഹൈവേയുടെ നേതൃത്വത്തിൽ 30 കുട്ടികൾ പറഞ്ഞിരിക്കുകയാണ് സ്മോൾ എയിം ഈസ് എ സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു കം ഫ്രം ദിസ് ഗ്രൂപ്പ്. ശരിയാണോ? അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്മോൾ എയിം ഈസ് എ. താങ്ക് യു.